ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഒരുപാട് മാതാപിതാക്കളും സ്കൂളിലെ വെക്കേഷൻ ടൈമിലേക്ക് കടക്കുന്ന കൂട്ടുകാരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ വെക്കേഷൻ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വെക്കേഷനാക്കി മാറ്റാം? ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സ്കൂൾ വെക്കേഷൻ പ്രൊഡക്റ്റീവായ രീതിയിൽ നമുക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ മാറ്റാമെന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഈ വെക്കേഷന് ധാരാളം വെള്ളം കുടിക്കുന്ന ശീലം നിർബന്ധമായും ഉണ്ടാക്കണം. അത്ര കണ്ട് ചൂടും വെയിലുമുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ധാരാളം പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ കൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വെക്കേഷൻ ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാനായി ഒന്നാമതായി നാം ചെയ്യേണ്ടത് ലേൺ കുക്കിംഗ്, പാചകം പഠിക്കുക. നമ്മുടെ വീട്ടിൽ അമ്മയോട് ചോദിച്ച് കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. പാചകകല സ്വായത്തമാക്കാൻ വേണ്ടി ഈ വെക്കേഷനെ ഉപയോഗിക്കുക. കാരണം നിങ്ങളുടെ പഠനമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മുൻപോട്ട് പോകുന്ന സമയത്ത്, ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും പോയി താമസിക്കുന്ന സമയത്തോ ഒക്കെ തന്നെ പാചകകല തീർച്ചയായും നിങ്ങൾക്ക് സഹായപ്രദമാകും. കാരണം നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള ഹോട്ടൽസിൽ നിന്നും സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ കുക്കിംഗ് എന്ന കല പഠിക്കാനായി ഈ വെക്കേഷൻ ഉപയോഗിച്ചാൽ ഭാവിയിലേക്ക് 100% അത് ഉപയോഗപ്രദമാവുന്ന ഒന്നായി മാറും. മാത്രമല്ല, നമ്മുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ കൂടി കുക്കിംഗ് പഠിക്കുന്നത് വഴി നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ് രസകരമായ മറ്റൊരു വസ്തുത. രണ്ടാമതായി ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ള പറമ്പിൽ, നമ്മുടെ വീടിന് ചുറ്റും ഉള്ള പറമ്പിൽ സ്റ്റാർട്ട് പ്ലാന്റിംഗ്, ചെടികൾ നടുന്ന ഒരു ശീലം ആരംഭിക്കുക. വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, ഇത്തരത്തിലുള്ള ചെടികൾ നടുന്ന ഒരു ശീലം തുടങ്ങുക എന്നുള്ളതാണ് ഈ വെക്കേഷന് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം വെജിറ്റബിൾസ് കൃഷി ചെയ്യാൻ നാം പഠിച്ചാൽ നമുക്കറിയാം, നാം ഇന്ന് കഴിക്കുന്ന ഭൂരിപക്ഷം പച്ചക്കറികളിലും ധാരാളം വിഷങ്ങളുണ്ട്. ഈ വിഷങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് അറിയാവുന്ന ഒരു പൊതു സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് ഒരു പച്ചക്കറി നടേണ്ടതെന്നും ആ പച്ചക്കറി വളർത്തിയെടുക്കേണ്ടതെന്നും പഠിക്കാനുള്ള അവസരമാക്കി നമുക്ക് ഈ വെക്കേഷൻ മാറ്റാം. ഒരുപാട് സമയമൊന്നും നാം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടതില്ല. വളരെ ചുരുക്ക സമയം കൃത്യമായ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറായാൽ 100% ഈ 2 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് വിളവെടുപ്പ് തുടങ്ങാനുള്ള രീതിയിൽ നമ്മുടെ ചെടികളുടെ വളർച്ച കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പോലും അറിയാതെ ഒരു ക്രിയേറ്ററിൻ്റെ റോൾ, അല്ലെങ്കിൽ ക്രിയേഷൻ എന്ന് പറയുന്ന കല പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിക്കുന്നത്. ആ ചെടിയെ നിങ്ങൾ പരിപാലിക്കാൻ പഠിക്കുമ്പോൾ, ആ ചെടിയുടെ ഓരോ ഇലയും വരുന്നത് കാണുമ്പോൾ ആ സമയത്തൊക്കെ മനസ്സിലൊരു സന്തോഷമുണ്ടാവും. തീർച്ചയായും ഈ വെക്കേഷനിൽ ചെടി നടാൻ, പച്ചക്കറി കൃഷി നടത്താൻ, ഇതിനൊക്കെ കുറച്ച് സമയം കണ്ടെത്തുന്നത് ഉപകാരപ്രദമാകും. എൻ്റെ അവധിക്കാലങ്ങളിലും ഞാൻ ഇതൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ താമസിക്കാൻ പോയാലും അവിടെ കുറച്ച് സ്ഥലം കിട്ടിയാൽ അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് വളർത്തിയെടുക്കാൻ എനിക്ക് ഇന്നും സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ വെക്കേഷനിൽ നമുക്ക് തീർച്ചയായും കുറച്ച് പച്ചക്കറി കൃഷി കൂടി ആരംഭിക്കാം. മൂന്നാമതായി, ഗെറ്റ് സ്കിൽഡ്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്, ഒരുപാട് നൈപുണ്യങ്ങളുള്ള വ്യക്തികളാണ്. പുതിയൊരു നൈപുണ്യം ഡെവലപ്പ് ചെയ്യാനായി കൂടി വേണ്ടി നമുക്ക് ഈ വെക്കേഷൻ ഉപയോഗിക്കാം. ഏത് മേഖലയിലുള്ള നൈപുണ്യമാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അവധിക്കാലവുമായി ബന്ധപ്പെട്ട് ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പൊതുവേദിയിൽ സംസാരിക്കാനുള്ള ഒരു ട്രെയിനിങ് സെഷനോ, ഓർമ്മശക്തി കൂട്ടാനുള്ള ഒരു ട്രെയിനിങ് സെഷനോ, നമ്മുടെ ലൈഫ് സ്കിൽ ഏതെങ്കിലും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സെഷനോ, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന വഴി തീർച്ചയായും നിങ്ങൾ മുൻപോട്ട് പോകുന്ന സമയത്ത് പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പഠനത്തിലും ഒരു തുടർ പഠനത്തിലും പ്രൊഫഷണൽ ലൈഫിലും ഒക്കെ ഉപകരിക്കുന്ന ചില സ്കില്ലുകൾ നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ അവധിക്കാലത്ത് ചില പുതിയ നൈപുണ്യങ്ങൾ കൂടി പഠിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ലഭിക്കുന്ന അഡ്വാൻറ്റേജ്.
ഞാനും എൻ്റെ 8ാം ക്ലാസ് അവധിക്കാല സമയത്ത് ഒരു മെമ്മറി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്ന് അറ്റൻഡ് ചെയ്ത മെമ്മറി ട്രെയിനിങ് 8ാം ക്ലാസ് മുതൽ തുടർന്നുള്ള പഠനത്തെയും അതിനുശേഷം LLB പഠിച്ച സമയത്തും ശേഷം MBA പഠിച്ച സമയത്തും ഇന്ന് ട്രെയിനിങ്ങിൻ്റെ പല പുസ്തകങ്ങൾ വായിച്ച് അത് ഓർമ്മയിൽ ശേഖരിക്കുന്ന സമയത്തും ഒക്കെ തന്നെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അത് അന്ന് 8ാം ക്ലാസ്സിലെ അവധിക്കാലം കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ലഭിച്ച ഒരു സ്കില്ലാണ്. ഇതേപോലെ ഈ അവധിക്കാലം നമുക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കൂടി വേണ്ടി ഉപയോഗിക്കാം. 4ാമതായി ശരീരമാദ്യം ഖലുധർമ്മ സാധകമെന്നാണ്. നല്ലൊരു ശരീരത്തിലെ നല്ലൊരു മനസ്സുണ്ടാവും. ഏതൊരു മാർഷ്യൽ ആർട്ടും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും അങ്ങോളം നമ്മളെ സഹായിക്കും. അതുകൂടാണ്ട് ഒരു മാർഷ്യൽ ആർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനും ആരോഗ്യപരമായ രീതിയിൽ വ്യായാമ മുറകളിലൂടെ ഒരു ഹെൽത്ത് കൈവരിക്കാനും നമുക്ക് സഹായകരമാവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാർഷ്യൽ ആർട്ട് പഠിക്കാൻ തുടങ്ങുകയോ അതുകൂടാതെ കലാപരമായി നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഏതെങ്കിലും ഒരു കല പഠിക്കാനായി നമുക്ക് ഈ അവധിക്കാലം ഉപയോഗിക്കാം. ചെണ്ട കൊട്ടാൻ പഠിക്കുന്നതോ അതല്ലെങ്കിൽ പാട്ട് പാടാൻ സംഗീതം പഠിക്കുന്നതോ അതല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ പഠിക്കുന്നത്, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കലാപരമായ ഒരു കാര്യം പഠിക്കാൻ തയ്യാറായാലും ഈ അവധിക്കാലം മികച്ച ഒരു അവധിക്കാലമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. 5ാമതായി പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ്. ഒരുപക്ഷെ എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. മൊബൈൽ ഫോണിലെ യൂട്യൂബ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിലെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. എന്തായിരിക്കാം ആ ആക്ടിവിറ്റി? ഇറ്റ്സ് കോൾഡ് DIY, ഡു ഇറ്റ് യുവർ സെൽഫ്. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ക്രിയാത്മകമായ നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിരട്ട കൊണ്ടുള്ള ഗ്ലാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് പൂക്കളും ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ടീപ്പോയിൽ വയ്ക്കാവുന്ന ഫ്ലവർ പോട്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള അറിവ് സമ്പാദിക്കാൻ നമുക്ക് യൂട്യൂബ് വഴിയും ഇൻ്റർനെറ്റ് വഴിയും ഈ അവധിക്കാലത്ത് പഠിച്ചാൽ നമ്മുടെ കയ്യിൽ വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് പോലും ക്രിയേറ്റീവായ പല കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ നാളെ ചെയ്യുന്നൊരു പ്രൊജക്റ്റിലോ അതല്ലെങ്കിൽ നാളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം വരുമ്പോഴോ ഈ സമയത്തൊക്കെ സഹായകരമായി മാറും. ഈ സമയം കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കാൻ സാധിച്ചാൽ, ഈ സമയം നിങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാനായി ഉപയോഗിച്ചാൽ, ഇത്തരത്തിലുള്ള DIY സെഗ്മെൻറ്റ് നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ 100% ഭാവി ജീവിതത്തിൽ അത് ഉപയോഗപ്രദമാകും. ഒരു വെക്കേഷൻ ടൈമിലാണ് ഒറിഗാമി പഠിക്കാനായി ഞാൻ അന്ന് യൂട്യൂബിൽ കയറുന്നത്. ഒറിഗാമി എന്ന് പറഞ്ഞാൽ പേപ്പർ വെച്ചുണ്ടാക്കുന്ന പല ക്രാഫ്റ്റ്സ്. അതുകൊണ്ട് ഇന്ന് മാഗസീൻ വെച്ചും പേപ്പർ വെച്ചും ഏതാണ്ട് 40ഓളം സാധനങ്ങൾ ഉണ്ടാക്കാൻ എനിക്കറിയാം. അത് ട്രെയിനിങ്ങിനിടയിലാണെങ്കിലും അതല്ല മാനേജർ ലെവൽ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും കുടുംബത്തിൽ കുട്ടികളെല്ലാവരും വരുമ്പോഴാണെങ്കിലും ആ സമയത്തൊക്കെ അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്നെയും സന്തോഷിപ്പിക്കാറുണ്ട്. അത് അന്ന് അവധിക്കാലത്ത് അത് പഠിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഇത്തരത്തിൽ ഇന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ ഈസിയായി ഒരു മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ ഇതെല്ലാം പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇത് പഠിക്കാൻ കൂടി ഈ അവധിക്കാലത്തെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. സിനിമ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. സിനിമ കാണുക എന്നുള്ളതാണ് ഈ അവധിക്കാലത്തെ നിങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, 6ാമതായി നിങ്ങൾ ഈ വെക്കേഷൻ ഭംഗിയായി ഉപയോഗിക്കാൻ ചെയ്യേണ്ടത് സിനിമയും സീരിയലും കാർട്ടൂണുകളും കാണുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒരു ഭാഷയിലുള്ള സിനിമയായിരിക്കണം, നിങ്ങൾക്കറിയാത്ത ഒരു ഭാഷയിലുള്ള സീരിയൽസ് ആയിരിക്കണം, നിങ്ങൾക്കറിയാത്ത ഒരു ഭാഷയിലെ കാർട്ടൂൺ ആയിരിക്കണം. ഇത്തരത്തിൽ നിങ്ങൾ കാണാൻ തയ്യാറായാൽ പുതിയൊരു ഭാഷ എത്തരത്തിലാണ് ഉപയോഗിക്കുന്നതും അതിൻ്റെ ടോൺ എന്താണ്, അത് ഉപയോഗിക്കുന്ന രീതി എന്താണ്, അതിലെ ഫ്രേസുകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു നോളജ് ഉണ്ടാകാൻ നമുക്ക് 2 മാസക്കാലം ഉപയോഗിക്കാം. ഈ സമയം ഉപയോഗിക്കുന്ന വഴി ഒരു പുതിയ ഭാഷയുമായി കുറച്ചെങ്കിലും അടുപ്പമുണ്ടാക്കാൻ അത് ഉപയോഗപ്രദമായി മാറും. പുതിയൊരു ഭാഷ അക്വയർ ചെയ്യുക എന്നുള്ളത് 100% നമ്മുടെ ഐഡന്റിറ്റിയെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കൂടുതൽ ഭാഷ അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ഈസിയാണ്. എവിടെ ചെന്നാലും അവരുടെ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ ക്വാളിറ്റിയായി തന്നെ ആളുകൾ കാണും. പുതിയ ഭാഷയിലുള്ള സിനിമകളും മറ്റുമൊക്കെ നമുക്ക് ഈ അവധിക്കാലത്തൊന്ന് കണ്ട് മറ്റൊരു ഭാഷയും മറ്റൊരു സംസ്കാരവും കൂടി പഠിക്കാൻ തയ്യാറാവുന്നത് നമ്മുടെ മനസ്സിൻ്റെ വലുപ്പം കൂട്ടാനും സഹായകരമായി മാറും. 7ാമതും അവസാനത്തേതുമായി ഞാൻ പറയുന്നത്, കേൾക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പം ചെയ്യാമെന്ന് തോന്നുന്നതും എന്നാൽ അത്ര എളുപ്പമല്ലാത്തതുമായ ഒരു കാര്യമാണ്. നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയെ തന്നെ വളരെ പോസിറ്റീവായ രീതിയിൽ മാറ്റുന്ന ഒരു കാര്യമാണ് 7ാമതായി പറയുന്ന പോയിന്റ്. ഇതിൻ്റെ പേരിതാണ് നോ കംപ്ലൈൻറ്റ് മന്ത്സ് സെലിബ്രേറ്റ് ചെയ്യുക. ഈ 2 മാസവും നോ കംപ്ലൈൻറ്റ് ഡേയ്സ് ഉള്ള, നോ കംപ്ലൈൻ്റ് ആയ 60 ദിവസങ്ങളുള്ള 2 മാസങ്ങളാക്കി മാറ്റുക. സാധാരണ ഇതിൽ നമ്മുടെ വീട്ടിൽ നാം എന്നും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീലമുള്ള ആളുകളാണ്. എൻ്റെ ബുക്ക് അവിടെ കാണുന്നില്ല,
എന്താണ് എൻ്റെ ഷൂസ് പോളിഷ് ചെയ്യാത്തത്, എൻ്റെ ചെരുപ്പ് എവിടെ പോയി, ഇത്തരത്തിൽ 100 കണക്കിന് കംപ്ലൈൻറ്റുകൾ നമ്മൾ പറയുന്ന വ്യക്തികളാണ്. നമുക്ക് ഈ അവധിക്കാലത്ത് കംപ്ലൈൻറ്റ് പറയണ്ട എന്ന് തീരുമാനിക്കാം. എളുപ്പമല്ല, പക്ഷെ സാധ്യമാണ്. നമ്മൾ പറയുന്ന കംപ്ലൈൻറ്റുകളുടെ എണ്ണം പതിയെ നമുക്ക് ഈ 2 മാസം കൊണ്ട് കുറയ്ക്കാം. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? കംപ്ലൈൻറ്റുകൾ എപ്പോഴാണ് കുറയുന്നത്? നിങ്ങൾ ചെരുപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പിണങ്ങാറുണ്ടെങ്കിൽ, ചെരുപ്പ് കാണുന്നില്ല എന്ന് നിങ്ങൾ കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിൽ കാരണം ചെരുപ്പ് കൃത്യസ്ഥാനത്ത് വെക്കാനുള്ള ഉത്തരവാദിത്വം എടുക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. ആ കംപ്ലൈൻറ്റ് പറയാത്ത നിമിഷം മുതൽ നിങ്ങൾ അവിടെ ഉത്തരവാദിത്വം എടുക്കാൻ തുടങ്ങും. ഉത്തരവാദിത്വം എടുക്കാൻ തുടങ്ങുന്ന മുതൽ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും, ഓർഗനൈസിങ് സ്കിൽ. ഇത്തരത്തിൽ കംപ്ലൈൻറ്റ്സ് പറയാതിരിക്കുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് ഓരോ മാർക്ക് നൽകുക. 2 മാസത്തിന് ശേഷം നിങ്ങൾ എത്ര മാർക്ക് നേടിയെന്ന് കൂടി ഈ വീഡിയോയുടെ താഴെ 2 മാസം കഴിയുമ്പോൾ കമൻറ്റ് ചെയ്യുക. നോ കംപ്ലൈൻറ്റ് ഡേ നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഈ ഒരു ചലഞ്ചിന് തയ്യാറാണ്, ഐ ആം റെഡി ടു ടേക്ക് ദിസ് ചലഞ്ച് എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാനും മറക്കാതിരിക്കുക. ഇത്തരത്തിൽ ഈ 7 കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ, എപ്പോഴും നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി കൂടി കാത്തു സൂക്ഷിക്കാൻ തയ്യാറായാൽ ഈ 2 മാസക്കാലം ജീവിതത്തിലെ ഏറ്റവും മികച്ച അവധിക്കാലമായി മാറും. ഈ 2 മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് വിജയങ്ങൾ നേടിത്തരാൻ സഹായിക്കുന്ന 2 മാസങ്ങളാക്കി മാറ്റാൻ ചെയ്യേണ്ട കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുകയാണ്. ഒന്നാമതായി ചെയ്യേണ്ടത് ലേൺ കുക്കിംഗ്, പാചകം പഠിക്കാൻ തയ്യാറാവുക. സ്റ്റെപ്പ് നമ്പർ 2, കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നടാൻ, ഒരു പച്ചക്കറി കൃഷി തുടങ്ങാനായി കുറച്ച് സ്ഥലം മതി, അവിടെ ഒരു പച്ചക്കറി കൃഷി തുടങ്ങാനായി തയ്യാറാവുക. നമ്പർ 3, ഗെറ്റ് സ്കിൽഡ്, പുതിയ എന്തെങ്കിലും ഒരു നൈപുണ്യം ഡെവലപ്പ് ചെയ്യാനായുള്ള ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാനും അതുവഴി നിങ്ങളുടെ നൈപുണ്യം കൂട്ടിയെടുക്കാനും നമ്മൾ റെഡിയാവുക. സ്റ്റെപ്പ് നമ്പർ 4, മാർഷ്യൽ ആർട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ച് തുടങ്ങാനായി ഈ അവധിക്കാലത്തെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക. സ്റ്റെപ്പ് നമ്പർ 5, DIY, ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോസ് കാണുക, ഡു ഇറ്റ് യുവർ സെൽഫ് ബുക്സ് വായിക്കുക. പുതുതായി കുറേ സാധനങ്ങൾ ഈ അവധിക്കാലം കൊണ്ട് ഉണ്ടാക്കാനായി കൂടി നിങ്ങൾ റെഡിയാവുക. സ്റ്റെപ്പ് നമ്പർ 6, പുതിയൊരു ഭാഷ സിനിമയിലൂടെയും ഷോർട്ട് ഫിലിംസിലൂടെയും മറ്റു രീതികളിലൂടെയൊക്കെ പഠിക്കാനായി തയ്യാറാവുക. ആൻഡ് ഫൈനലി സ്റ്റെപ്പ് നമ്പർ 7, ഏഴാമത്തേതും അവസാനത്തേതുമായ പോയിന്റ്, നോ കംപ്ലൈൻറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യുക. കംപ്ലൈൻറ്റ്സ് പറയാത്ത 2 മാസം ഇത്തരത്തിലൊക്കെ ചെയ്ത് ഈ അവധിക്കാലം മികച്ചതാവാനും ജീവിതത്തിൽ വലിയ വിജയം കരസ്ഥമാക്കാനും നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.